പ്രിയ NIOS ഇംഗ്ലീഷ് വിദ്യാർത്ഥികളെ, നിങ്ങളെവരെയും ഒരിക്കൽ കൂടി PVN ഗ്ലോബലിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നമുക്ക് NIOSന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലെ പാഠ്യവിഭാഗത്തിലെ 8ാമത്തെ ലെസണാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പിന്നെ പുതിയ ബൈഫർക്കേഷൻ ഒക്കെ വരുത്തിയതിനു ശേഷം പാഠങ്ങളിൽ ചില മാറ്റങ്ങളും ചില കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന പാഠങ്ങൾ വളരെ വ്യക്തമായി തറാക്കി പോകണം എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതായിക്കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഭാഗം സസൂക്ഷ്മം ശരിക്കും വായിക്കുക, റീഡ് ആൻഡ് ഒരുപാട് വട്ടം വായിക്കുക, പാഠം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന 8ാമത്തെ ലെസന്റെ ടൈറ്റിൽ എ കേസ് ഓഫ് സസ്പീഷൻ എന്നാണ്. അതായത് സംശയത്തിന്റെ മുനമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംശയത്തിന്റെ സാഹചര്യം എന്ന അർത്ഥം കൽപ്പിക്കാവുന്ന ഒരു പാഠമാണ്. സസ്പീഷൻ എന്ന് പറഞ്ഞാൽ സംശയമാണ്. അതെന്താണ് സാഹചര്യം എന്നുള്ളത് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഈ ലെസൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൊരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. ഞാൻ പറയുന്ന അർത്ഥങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ അതെല്ലാം കുറിച്ചെടുക്കുക. പിന്നെ പാഠം എടുത്ത അത്രയും ഭാഗം ഓരോ ദിവസവും ഇത് പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു പാർട്ട് കിട്ടിയാൽ ആ പാർട്ട് നിങ്ങൾ ശരിക്ക് അതിനെ തുടർന്നുള്ള 1-2 പാർട്ട് ഭാഗങ്ങളായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. ഇനി 2ാമത്തെ പാർട്ടാണ് ഒരു കുട്ടി കാണുന്നത് എങ്കിൽ നിങ്ങൾ തിരിച്ചു വീണ്ടും 1ാമത്തെ പാർട്ട് നമ്മുടെ PVN ഗ്ലോബലിലെ NIOS ടൈറ്റിൽ അല്ലെങ്കിൽ NIOS വീഡിയോസിൽ PVN ഗ്ലോബൽ പലവിധ പിന്നെ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ NIOSന് വേണ്ടുന്ന വീഡിയോ മാത്രം നിങ്ങളെടുത്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് വീഡിയോ ഒന്നും നിങ്ങൾക്ക് അത് എടുത്ത് കേൾക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റോറി? ഈ കഥയുടെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു. ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എ കൺട്രി ഡോക്ടർ, അതിന് ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. നിങ്ങളെ ബുക്കുള്ളവർ ഇൻട്രൊഡക്ഷനിലൊക്കെ നോക്കുക. ഒരു കൺട്രി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ ഡോക്ടർ സെറ്റ്സ് ഔട്ട്, യാത്ര ആരംഭിക്കുന്നു. സെറ്റ്സ് ഔട്ടിന്റെ ഫ്രേസിൽ വെർബാണ്, അതിന്റെ അർത്ഥം സ്റ്റാർട്ട് എ ജേണി എന്നാണ്. ഒരു യാത്ര ആരംഭിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്? ടു ഹെൽപ്പ് എ പേഷ്യന്റ്, ഒരു രോഗിയെ സഹായിക്കുന്നതിന് വേണ്ടി. എവിടെയാണത്? ഇൻ ദ മിഡിൽ ഓഫ് വിൻഡി നൈറ്റ്, നന്നായി ശക്തിയോടെ കാറ്റടിക്കുന്ന രാത്രിയിൽ തന്റെ രോഗിയെ കാണാനായിക്കൊണ്ട് ഒരു ഗ്രാമീണ ഡോക്ടർ തന്റെ വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്ന അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന 3 കൊച്ചു ദ്വീപുകൾ കൂടി, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, ഇങ്ങനെ 3 ദ്വീപുകളാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ UK എന്ന പേര് അറിയുന്നത്. അതിന് അയർലൻഡിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സ്റ്റോറി എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം അയർലൻഡൊക്കെ പർവ്വതനിരകളാണ്. അപ്പൊ അവിടെ ധാരാളം ഗ്രാമങ്ങളുണ്ട്. ഇവിടെ കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം എന്ന് അർത്ഥം എടുക്കുന്നത്, കൺട്രി എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന് അർത്ഥമുണ്ട്. അതുമാതിരി കൺട്രി ഗേൾ എന്ന് പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയാണ് കൺട്രി ഗേൾ എന്ന് പറയുന്നത്. ഹീസ് എ കൺട്രി എന്ന് പറഞ്ഞാൽ അവന് കൺട്രി എന്ന് പറഞ്ഞാൽ അവന് വിവരദോഷം അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളാണ്. അപ്പൊ കൺട്രി എന്ന് പറഞ്ഞ ഗ്രാമം എന്ന അർത്ഥമുണ്ട്. കൺട്രി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഇംഗ്ലണ്ടിൽ 2 ടൈപ്പ് ഡോക്ടർമാരുണ്ട്, ടൗൺ ഡോക്ടറും മറ്റൊന്ന് കൺട്രി ഡോക്ടറും ഉണ്ട്. അപ്പൊ കൺട്രി ഡോക്ടർ എന്ന ഇടവകയിലെ ഓരോ ഇംഗ്ലണ്ട് ഓരോ ഇടവകയ്ക്ക് പള്ളിയും അതിനോടനുബന്ധിച്ച് ഹോസ്പിറ്റലും അതുപോലെ ഹെൽത്ത് കാർഡും മറ്റൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പൊ അടുത്താണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇവിടെ ഒരു കൺട്രി ഡോക്ടർ സെറ്റ്സ് ഔട്ട് എ ജേണി, സ്റ്റാർട്ട്സ് എ ജേണി ടു കൺസൾട്ട് എ പേഷ്യന്റ്, രോഗിയെ കാണാൻ പോകുന്ന അവിടെ തൊട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. അത് തന്നെ ഒരു വിൻഡി നൈറ്റ് എന്ന നൈറ്റ് ഹാവിംഗ് വിൻഡ്, കാറ്റടിക്കുന്ന ഒരു രാത്രിയിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഹും ഡസ് ഹി മീറ്റ് ഓൺ ദ വേ എന്നാണ് ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം ആ രോഗിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിക്ക് വെച്ച് ആരെയാണ് കണ്ടുമുട്ടുന്നത്? നമ്മുടെ സീരിയൽ പോലെ ചോദ്യത്തോടെ ഇൻട്രൊഡക്ഷൻ ആണ്. നൗ വി കൻ ഗോ ടു ദ സ്റ്റോറി. നമുക്ക് ഇനി കഥയിലേക്ക് പോകാം. സെക്ഷൻ 1, ഈ കഥയിലെ സെക്ഷൻ 1 നിങ്ങൾ എല്ലാവരും കയ്യിലെടുക്കുക. എന്നിട്ട് നിങ്ങളത് ഓരോ വരിയുടെയും അർത്ഥം സ്പഷ്ടമാക്കി മനസ്സിലാക്കി പോകുക. അല്ലാണ്ട് ഓവറായിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഐ തിങ്ക് യു ആർ ഓൾ റെഡി. നിങ്ങളെല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. കാരണം PVN ഗ്ലോബൽ ഇംഗ്ലീഷ് ക്ലാസ് ത്രൂ ഔട്ട് കേരളത്തിൽ ഒരുപാട് കുട്ടികൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കേട്ടവർ എന്ത് ചെയ്യണം? അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പോരാത്തത് PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മൂല്യാധിഷ്ഠമായ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് പല വിഷയങ്ങളെ അധികരിച്ചിട്ടായിരിക്കാം. പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ലൈക്ക് ബട്ടൺ ഒക്കെ മറന്നു നോക്കൂ. ഇവിടെ നോക്കാം. സെക്ഷൻ 1 ഹി ത്രൂ ബാക്ക് ദ കവേഴ്സ് ആൻഡ് സെറ്റ് അപ്പ് ഇൻ ഹിസ് ബെഡ്. ഹി മീൻ ദ ഡോക്ടർ. ആ ഡോക്ടർ എന്ത് ചെയ്യുന്നു? ത്രൂ ബാക്ക്, പുറകിലേക്ക് വലിച്ചെറിയുന്നു. ത്രൂ എന്ന് പറഞ്ഞാൽ ത്രോയുടെ പാസ്റ്റിന്, ത്രോ എറിയ. ത്രൂ ബാക്ക് ദ കവേഴ്സ് എന്ന ബ്ലാങ്കറ്റ്, അദ്ദേഹം പുതച്ചിരുന്ന പുതപ്പ്. ആൻഡ് സാറ്റപ്പ്, അദ്ദേഹം എണീറ്റിരുന്നു. സിറ്റപ്പിന്റെ പാസ്റ്റൻസ് ആണ് സാറ്റപ്പ്. കിടക്കുന്നിടത്ത് അദ്ദേഹം എണീറ്റിരുന്നു. ഇൻ ഹിസ് ബെഡ്, തന്റെ ബെഡിൽ. അപ്പൊ ദാറ്റ് ഡോക്ടർ വാസ് സ്ലീപ്പിംഗ്. ഡോക്ടർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പുതപ്പ് വലിച്ചു മാറ്റി എണീറ്റിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതാണ് ഹിസ് ഫീറ്റ് ഫീലിംഗ് അലോങ് ദ കോൾഡ് ഫ്ലോർ ഓഫ് ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പേഴ്സ്. അദ്ദേഹം
എണീറ്റിരുന്നതിന് തന്റെ കാലുകൊണ്ട് തപ്പി നോക്കി എന്നാണ്. ഫീറ്റ് ഫീലിംഗ്, കാൽപാദങ്ങൾ ഫീൽ, ഇവിടെ അർത്ഥം തപ്പി നോക്കുക എന്നാണ്. ഫീലിനെ തോന്നുക എന്നർത്ഥമുണ്ട്. എവിടെ? അലോങ്, ഇതിലൂടെ അലോങ് ദ കോൾഡ് ഫ്ലോർ, തണുത്ത തറയിൽ. തറയാകെ തണുത്തിരിക്കുന്നത്, ഇംഗ്ലണ്ട് കോൾഡ് കൺട്രിയാണ്. കോൾഡ് ആ ഫ്ലോർ ആകെ തണുത്തിരിക്കുകയാണ്. എന്തിനെ? ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പർ, വീട്ടിലിടുന്ന ചെരുപ്പിനായിക്കൊണ്ട്. സ്ലിപ്പേഴ്സ് ആണ് ചപ്പൽ. ചിലർ വീടിനകത്ത് തണുപ്പ് കയറാതിരിക്കാൻ വേണ്ടി ഉറങ്ങുന്ന സമയത്ത് തന്റെ സ്ലിപ്പേഴ്സ് അയച്ചു വെക്കുമല്ലോ. അപ്പൊ ഈ ഡോക്ടർ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ചെരുപ്പ് താഴെ അഴിച്ചു വെച്ചിരുന്നു. അതിനായിക്കൊണ്ട് അദ്ദേഹം എണീറ്റിരുന്ന് കാലുകൊണ്ട് പരതി നോക്കുകയായിരുന്നു, തപ്പി നോക്കുകയായിരുന്നു. എപ്പോ? ആ സമയത്ത് ദ ടെലിഫോൺ റിംഗിങ്, അതാ ടെലിഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇൻസിസ്റ്റന്റ്ലി, എന്ന തുടരെ കണ്ടിന്യൂസ്ലി. അദ്ദേഹം ഈ കാലുകൊണ്ട് ചെരുപ്പൊക്കെ തപ്പി നോക്കുമ്പോൾ തന്റെ റൂമിലുള്ള ടെലിഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ, അല്പം ദൂരെ മാറിക്കൊണ്ട്. താൻ ഇരിക്കുന്ന റൂമില് തൊട്ടപ്പുറത്തുള്ള ടേബിള് അവന്റെ ടെലിഫോൺ ബെല്ലിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹി വോക്ക് അപ്പ് ബൈ ഹാവിംഗ് ഹേർഡ് ദ ടെലിഫോൺ കാൾ. ടെലിഫോണിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഡോക്ടർ എണീറ്റുന്നത്. എണീറ്റ് മാത്രമല്ല, അദ്ദേഹം ആ ടെലിഫോൺ എടുക്കാനായിക്കൊണ്ട് പോകുന്ന തയ്യാറെടുപ്പാണ്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റിലെ 2 വരിയിലെ പേര. എന്നിട്ടോ, ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ്, രാത്രിയാണ്, ലൈറ്റ് ഇട്ടു, ടേൺഡ് ഓൺ ചെയ്തു. വാക്ക്ഡ് ടു ദ ടെലിഫോൺ, ടെലിഫോൺ ഇരിക്കുന്ന ഫോണിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ടുക്ക് ഡൗൺ ദ റിസീവർ, അദ്ദേഹം ആ റിസീവർ കയ്യിലെടുത്തു. പണ്ടൊക്കെ ഇങ്ങനെ വെക്കുന്ന റിസീവർ അല്ലേ, ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ, ടച്ച് ഫോൺ അല്ലല്ലോ. അദ്ദേഹം ഉടനെ തന്നെ ആ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രതിവചനമായിട്ട്, നമുക്ക് കാള് കിട്ടുമ്പോൾ അങ്ങോട്ട് പറയുമല്ലോ, ദാറ്റ് ഡോക്ടർ വാസ് ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ്, ഡോക്ടർ സ്വയം അയാളെ പരിചയപ്പെടുത്തുകയാണ് ടെലിഫോണിലൂടെ. അതർ എൻഡിലെ ആൾ, ആരാ വിളിച്ചത് അറിയില്ല, അയാളോട് പറയുകയാണ്. എന്താ പറയുക നോക്കൂ, ദിസ് ഇസ് ഡോക്ടർ ബെൻസൺ, ഇത് ഡോക്ടർ ബെൻസൺ ആകുന്നു, ഹി സെഡ്. അദ്ദേഹം പറയാണ്, ഞാൻ ഡോക്ടർ ബെൻസൺ തന്നെയാണ്. നമ്മളൊരു ഫോൺ എടുത്താൽ ഉടനെ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ പറയും അല്ലേ. ഇനി നമുക്ക് നോക്കാം. ദ നവംബർ വിൻഡ് വാസ് ബ്രിങ്ങിങ് സൗണ്ട്സ് ഓഫ് വിന്റർ, ശൈത്യകാലത്തിന്റെ വിളിച്ചോതലുമായിട്ട് ശൈത്യകാല നവംബർ മാസത്തിലെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത്. കാരണം അതിശക്തമായ ശീതക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ വീടിന്റെ പുറത്ത്. നവംബർ വിന്റർ, നവംബർ മാസത്തിലെ വിന്റർ എന്നർത്ഥമുള്ളൂ. ബ്രിങ്ങിങ്, കൊണ്ടുവരുന്നു, സൗണ്ടുകൾ, ശബ്ദബീജികള്, ഓഫ് വിന്റർ, ശൈത്യകാലത്തിന്റെ. ആസ് ഇറ്റ് ബ്ലൂ, അത് അടിച്ചുകൊണ്ടിരിക്കെ. ബ്ലോയുടെ പാസ്, ബ്ലോ പറഞ്ഞ കാറ്റടിക്കുന്ന, ബ്ലൂ അടിച്ചു. അറൌണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ്, അവന്റെ ആ കൊച്ചു, നിങ്ങൾ നോക്കും, ആ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശത്ത് ഒരു കൊച്ചു ചെരിഞ്ഞ വീട്, അതാണ് ഡോക്ടറുടെ വീട്. അയാളുടെ ആ കൊച്ചു ചെറിയ വീടില് എന്റെ പുറത്ത് വിന്റർ കാലത്തെ, ശൈത്യകാലത്തെ വിളിച്ചോതുന്ന രീതിയിൽ കാറ്റ് അതിശക്തിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടെലിഫോൺ കാള് കിട്ടുമ്പോൾ. വാട്ട് ഇസ് ടൈം ഓഫ് ദി സ്റ്റോറി? അപ്പൊ ഈ കഥയുടെ സമയം നമുക്കന്ന് വിന്റർ സീസൺ വാസ് ഗോയിങ് ഓൺ. കാരണം അവിടെ നവംബർ ഡിസംബർ കാലത്തൊക്കെ, പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമൊക്കെ നമുക്ക് നല്ല കൊടും തണുപ്പായിരിക്കും. എന്നിട്ടോ, ദ ഡോക്ടർ ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോസ്, കുറച്ച് ആലങ്കാരിക പറയുകയാണ്, ഡോക്ടർ തന്റെ വസ്ത്രത്തിലേക്ക് കയറിയിരുന്നു. അത് അതേപോലെ അല്ല നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ ഡ്രസ് ഇട്ടു എന്ന് അർത്ഥമുള്ളൂ. ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോത്ത്, ക്ലോത്ത് ആണ് വസ്ത്രം. എന്നിട്ട് അദ്ദേഹം അപ്പൊ ഇതുവരെ വസ്ത്രം ഇടാനൊന്നും അല്ല, പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന വസ്ത്രം വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ തന്നെ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനായിക്കൊണ്ട് അദ്ദേഹം തന്റെ വസ്ത്രം ഇട്ടു. എന്നിട്ടോ, ഹി വെന്റ് ടു ദ ടേബിൾ, അവരുടെ ടേബിളിന്റെ അടുത്തേക്ക് ചെന്നു. ആൻഡ് സ്റ്റേർഡ്, മീൻ തുറച്ചു നോക്കി. എ മൊമെന്റ്, ഒരു നിമിഷം. അറ്റ് ഈസ് വാച്ച്, തന്റെ വാച്ചിലേക്ക് ഒരു നിമിഷം അവൻ നോക്കി. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം തന്റെ വാച്ചിലേക്ക് ഒരു നിമിഷം സമയം നോക്കാനായിട്ട് നോക്കി. എന്താ? ഹിസ് സ്പിരിറ്റ് കംപ്ലൈനിങ്, തന്റെ ആത്മാവ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ജോബ്, ആ ജോലിയിൽ, ഹെഡ് ഓഫ് ഹിം, തന്റെ മുമ്പിൽ താൻ ചെയ്യാനിരിക്കുന്ന ജോലിയിൽ അവന്റെ ആത്മാവ് അവനോട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഡോക്ടർമാര് പരാതി പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം തന്റെ മുന്നിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞ ജോലിയിൽ ഏത് സമയത്തും താൻ അത് ഡോക്ടറുടെ അടുത്ത് കോൺവക്കേഷൻ മീറ്റിംഗിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടൊക്കെയാണ് ഡോക്ടർ പുറത്തേക്ക് വരാറ്. ഏത് സമയത്തും അർദ്ധരാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ 24 മണിക്കൂറോളം രോഗികളെ പരീക്ഷിച്ചു കൊള്ളാമെന്നും കുറെ വളരെയധികം സത്യസന്ധ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് അവർ പുറത്തേക്ക് വരിക. അപ്പോ എങ്കിൽ കൂടി ഈ ഡോക്ടർ തന്റെ മുമ്പിൽ തനിക്ക് ചെയ്യാനുള്ള ആ ജോലിയെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് നമുക്ക് വഴിയെ മനസ്സിലാവും. ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ തന്റെ മുമ്പിലിരിക്കുന്ന, ഇപ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ടെലിഫോണിലൂടെ ആവശ്യപ്പെട്ട ജോലിയെക്കുറിച്ച് അവന്റെ സ്പിരിറ്റ്, ഇവിടെ സ്പിരിറ്റ് നടത്താൻ ആത്മാവ് നടത്താണ് ആ കംപ്ലൈനിങ്, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില സമയത്തൊക്കെ നമ്മുടെ ആത്മാവ് നമ്മളെ തന്നെ പരാതിപ്പെട്ടു. എന്തിനാ ഈ സമയത്ത് നീ അത് ചെയ്യാൻ പോകുന്നു? ആര്? നമ്മളെ ആത്മകഥ നമ്മളോട് തന്നെ പറയും അല്ലേ. നോക്കൂ, ഇവിടെ അങ്ങനെ അതാണ് സാഹചര്യം എന്നുള്ളത്. പിന്നെയോ വീണ്ടും പറയുന്നു, എന്താ പറയുന്നു, 2 o'clock, സമയം 2 മണി.
വെൻ ഹി ഗോട്ട് ദ ടെലിഫോൺ, വാട്ട് ഇസ് ടൈം? അയാൾക്ക് ടെലിഫോൺ കിട്ടുമ്പോൾ 2 മണിയാണ്. ഹിസ് മൈൻഡ് ആൾസോ കംപ്ലൈന്റ്, തന്റെ മനസ്സും പരാതിപ്പെട്ടു. കംപ്ലൈന്റ് അത് ഹൊറിബിൾ, അതിദാരുണമായിരിക്കുന്ന ഹവർ, വേള, മണിക്കൂറുകള്. ആൻഡ് ഹി വണ്ടേഡ്, അവൻ അനുഭവപ്പെട്ടു. വൈ, എന്തിനാണപ്പാ ചിൽഡ്രൻ, കുട്ടികള് ഹാർട്ട് ടു ബി ബോൺ, ജനിക്കപ്പെടേണ്ടത് അറ്റ് സച്ച് ആൻ ഇംപ്രോപ്പർ ടൈം, ഈ അനുചിതമായ സമയത്ത് എന്തിനാണ് ഈ കുട്ടികൾ ജനിക്കപ്പെടേണ്ടത്? അനുചിതമായ സമയം ടൈം 2 മണിയാണ്. 2 മണിക്ക് എന്തിനാണ് ഈ കുട്ടികൾ ജനിക്കപ്പെടുന്നത്? അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡോക്ടർ ഗൈനക്കോ ഡോക്ടറാണ്, പ്രസവം എടുക്കുന്ന ഡോക്ടറാണ്. അപ്പൊ ഏതോ രോഗി തന്നെ, ഏതോ പ്രസവിക്കാനായ സ്ത്രീയാണ് അദ്ദേഹത്തെ 2 മണിക്ക് വിളിച്ചിരിക്കുന്നത്. അല്ലോ ഡോക്ടറെ, ഇവിടെ വരൂ, എനിക്ക് പ്രസവവേദന എടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡോക്ടർ സ്വയമേവ പ്രായിക്കൊണ്ട് പറയുകയാണ്, എന്തിനാണ് ഈ ഇംപ്രോപ്പറായ, അനുചിതമായ സമയത്ത് ഈ കുട്ടികൾ പ്രസവിക്കുന്നപ്പ? അങ്ങനെ പറയാൻ പറഞ്ഞു ഡോക്ടർ, സത്യം പറഞ്ഞ പാടില്ല. എന്നിട്ടോ ഹി ടുക്ക് ടു സ്മാൾ ഹാൻഡ് ബാഗ്, അദ്ദേഹം വേഗം ഗോട്ട് റെഡിയായി. തന്റെ കയ്യിൽ 2 ഹാൻഡ് ബാഗ് കയ്യിലെടുത്തു. ഡോക്ടർ എവിടെ പോകുമ്പോഴും അക്കാലത്ത് 2 ബാഗ് ഉണ്ടാവും. എന്താണ്? ദ ഷോർട്ട് പിൽ ബാഗ്, ഒന്ന് ചെറിയ ഒരു ഗുളിയൊക്കെ ഇടുന്ന ബാഗും. ആസ് ദ പീപ്പിൾ, ജനങ്ങള് ഓഫ് ദ ടൗൺ ന്യൂ ഇറ്റ്, ടൗണിലെ ഏത് ഡോക്ടറെ കണ്ടാലും ഏത് വ്യക്തിക്കും സുപരിതമായ ഡോക്ടറെ കയ്യിലുള്ള ഒരു പിൽസ് ബാഗ് ഉണ്ട്. ആ പിൽസ് ബാഗും ആൻഡ് കൂടാതെ ദ ലോങ് ഓസ്ട്രിക്കൽ കേസ്, ഒരു നീണ്ട ഉപകരണങ്ങൾ ഇടുന്ന പെട്ടിയും. അതിനെ ബേബി ബാഗ് എന്നാണ് അവർ വിളിക്കാറ്. പണ്ടൊക്കെ മെഡിക്കൽ റെപ്പർമാർ പോകുമ്പോൾ ഒരു ബാഗൊക്കെ തൂക്കിയിട്ടാണ് പോകുന്നത്. അതുപോലെ wherever whenever a doctor sets out a journey, all people we know he is a doctor. ഒരു ഡോക്ടർ പോകുമ്പോൾ മിക്കവാറും രോഗികൾക്കൊക്കെ മനസ്സിലാവാറുണ്ട് ഇത് ഡോക്ടറാണ്. കാരണം കയ്യിൽ 2 ബാഗ് ഉണ്ടാവും, ഒരു സ്മാൾ ബാഗ് ഉണ്ടാവും, അതുപോലെ ഒരു ഹോസ്പിറ്റൽ കേസുകൾ, മറ്റേ പ്രഷർ നോക്കുന്ന കൊമ്പ് കോയിലൊക്കെ ഇടുന്ന ഒരു ബാഗും ഉണ്ടാവും. ഇങ്ങനെ 2 ബാഗും കയ്യിലെടുത്ത് അദ്ദേഹം യാത്രയായി. കേട്ടോ, ഐ തിങ്ക് യു ആർ ലിസണിങ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തുണ്ടായി? അടുത്ത പേരെ പറയുന്നു. എന്താ? ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് എ മൊമെന്റ്. ഡോക്ടർ ബെൻസൺ ഒരു നിമിഷം നിന്നു. ടു ലൈറ്റ്, കത്തിക്കാൻ. എന്ത് കത്തിക്കാൻ? ഒരു സിഗരറ്റ്. ഇംഗ്ലീഷുകാരൊക്കെ മിക്കവാറും എവിടെ പോകുമ്പോഴും ഒരു സിഗരറ്റൊക്കെ കത്തിക്കുമല്ലോ. ഒരു ആത്മസുഖത്തിനായിക്കൊണ്ട് അദ്ദേഹം ഒരു സിഗരറ്റ് കത്തിച്ചു. ആൻഡ് ദെൻ എന്നിട്ട് പുട്ട് ദ പാക്ക്, ആ സിഗരറ്റ് പാക്ക് വെച്ചു ബാക്ക്, തിരിച്ച് ഇൻ ഹിസ് ഓവർ കോട്ട്, തന്റെ പുറത്തിട്ട കോട്ടിന്റെ പോക്കറ്റിൽ അദ്ദേഹം ആ സിഗരറ്റ് പാക്കറ്റ് വെച്ചു. ഒരു സിഗരറ്റ് അദ്ദേഹം എടുത്തു, അതയാൾ കത്തിച്ചു. എന്നിട്ട് ബാക്കിയുള്ള സിഗരറ്റുള്ള പാക്കറ്റ് അദ്ദേഹത്തിന്റെ ഓവർ കോട്ടിന്റെ പോക്കറ്റിൽ അദ്ദേഹം തിരിച്ചു വെച്ചു. അത് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് കഥയിൽ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. എന്നിട്ടോ ദ വിൻഡ് ബ്ലൂ, ഫെൽറ്റ്, പുറത്ത് കടന്നപ്പോ കാറ്റ് ഇങ്ങനെ ഫെൽറ്റ് ലൈക്ക് എ സർജിയൻ നൈഫ്. ഡോക്ടർ ആയതുകൊണ്ട് സർജിയൻ ഭാഷ എന്നാണ്. ഒരു സർജിയന്റെ, ഒരു ഡോക്ടറുടെ കത്തി പോലെ മൂർച്ചയുള്ള കാറ്റ് എന്നാണ്. നൈഫ് എന്ന കത്തി, സർജിയൻ എന്ന ഡോക്ടർ. ഒരു ഡോക്ടറിന്റെ കത്തി പോലെ മൂർച്ചയുണ്ട്. ഡോക്ടറെ കത്തി നല്ല മൂർച്ച ഉണ്ടാവുമല്ലോ. ആസ് ഹിസ് ഫേസ്, അദ്ദേഹത്തിന്റെ മുഖം. ഓപ്പൺ ദ ഡോർ, തന്റെ വാതിൽ തുറന്നപ്പോ തന്റെ മുഖത്തിന് നേരെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിന് ഒരു ഡോക്ടറുടെ കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഹി റാൻ, അദ്ദേഹം ഓടി. എങ്ങോട്ട്? തന്റെ കാറിന്റെ സൈഡിലേക്ക്. കാരണം ഡോക്ടർക്ക് എപ്പോഴും കാറുണ്ടാവുമല്ലോ. ബെൻഡിങ് ലോ, കുമ്പിട്ട് നിന്നുകൊണ്ട്, കാരണം കാറ്റടിക്കുമ്പോൾ വളഞ്ഞു നിന്നുകൊണ്ട്. അറൌണ്ട് എ ഡ്രൈവ് വേ, ഗാരേജ് എന്ന വർക്ക്ഷോപ്പ്. തന്റെ വീടിൽ നിന്ന് തന്റെ കാർ ഇട്ടിരിക്കുന്ന ഗാരേജിലേക്ക് അഥവാ വർക്ക്ഷോപ്പിലേക്ക് അവൻ കാറ്റിനെ വകവെക്കാതെ കുമ്പിട്ട് നിന്നുകൊണ്ട് അവൻ ഓടി തന്റെ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടോ ഹിസ് കാർ, അവന്റെ കാറ് സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽറ്റി. ഡോക്ടർ ആ കാറിൽ കയറിയിരുന്നു. കാറ് സ്റ്റാർട്ടാക്കി. കാറ് പെട്ടെന്ന് സ്റ്റാർട്ടാവണില്ല, കാരണം തണുപ്പാണ്ട് എഞ്ചിനൊക്കെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു. കഫ്ഡ്, കൊക്കി കുറച്ചു. ഹാഫ് എ ഡസൻ ടൈം കാറ് ഇങ്ങനെ 2-3 ഡസൻ ടൈം കൊക്കി കുറച്ചുകൊണ്ട് കാറ് സ്റ്റാർട്ടായി. ആസ് ഹി ഡ്രോവ്, അങ്ങനെ അദ്ദേഹം ഡ്രോവ് ചെയ്തു. ഡ്രൈവിന്റെ പാസ് ആണ്. കാറ് വിട്ടു. ഡൗൺ, പുറത്തേക്ക്. ദ ഡ്രൈവിലേക്ക് കാറ് പുറത്തേക്ക് എടുത്തു. ആൻഡ് ദെൻ എന്നിട്ട് ഹി ബിഗാൻ, അത് ഓടാൻ തുടങ്ങി. ടു റൺ, കാർ ഇങ്ങനെ വെല്ല ഓടാൻ തുടങ്ങി. മോർ സ്മൂത്ത്ലി, വളരെ സ്മൂത്ത് ആയിട്ട് വെല്ല കാർ മുന്നിലേക്ക് പോകുന്നു. ആസ് ഹി ടേൺ, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു. എവിടേക്ക്? ദ ഗ്രാസ് സ്ട്രീറ്റ്, തന്റെ കോമ്പൗണ്ട് വിട്ട് അവിടെ ആ സകലെല്ലാം പുല്ല് നിൽക്കുന്ന ഒരു പുൽമേടിലേക്ക് തന്റെ കാറ് പ്രവേശിച്ചു. ഗ്രാമീണ റോഡാണ്. അവിടെ ഒരു ഗ്രാസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന പുൽമൈതാനത്തിലേക്ക് കാറ് വിട്ടു. ആൻഡ് ഓൺ ദെൻ അവിടെ വിട്ട് ഓൺ ദ ഡെസേർട്ടഡ് ഹൈവേ, പിന്നെ വിജനമായിരിക്കുന്ന ഹൈവേയിലേക്ക് കാറ് പ്രവേശിച്ചു. അപ്പൊ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. ദാറ്റ് ഡോക്ടർ ഗോട്ട് എ ടെലിഫോൺ കാൾ ജസ്റ്റ് to attend a delivery case of a woman. ഒരു സ്ത്രീയുടെ ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി doctor got a call. After having got that car, he immediately started his journey. So with difficulty he started his car. വളരെ ബുദ്ധിമുട്ടോടെ കാർ സ്റ്റാർട്ടാക്കി. അങ്ങനെ
പ്രധാന വീതിയിലേക്ക്, റോഡ് ഹൈവേയിലേക്ക് അവൻ എത്തിച്ചേർന്നു. അടുത്ത ലാസ്റ്റ് പേരെന്താണ് ഓഫ് ദി സെക്ഷൻ? മിസ്സിസ് ഓട്ട്സോർലി. മിസ്സിസ് ഓട്ട്സോർലി എന്ന് പറഞ്ഞ സ്ത്രീ, നല്ലൊരു പേരാണ് ഓട്ട്സോർലി. ഹും അല്ലെങ്കിൽ ഹു, അവളെ ഡോക്ടർ ബെൻസൺ വാസ് ഹിസ് വേ ടു വിസിറ്റ്. മിസ്സിസ് ഓട്ട്സോർലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഡോക്ടർ ഇപ്പോൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രസവിക്കാനായത് മിസ്സിസ് ഓട്ട്സോർലി എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ്, ഒരു മദാമിയാണ്. ഹു, ഡോക്ടർ ബെൻസൺ. ഇപ്പൊ ഡോക്ടർ ബെൻസൺ എന്ന പേരുള്ള ഡോക്ടർ, ഹിസ് നെയിം വാസ് ഡോക്ടർ ബെൻസൺ, വാസ് ഓൺ ഹിസ് വേ, ആളുടെ വഴിയാണ്, ടു വിസിറ്റ് എന്ന സന്ദർശിക്കാൻ. അവിടെ പറയുകയാണ് കോമറ്റഡ്, എന്താണ് ഈ മിസ്സിസ് ഓട്ട്സോർലിക്ക് ആൾറെഡി ആദ്യമേ ഹാഡ് ഉണ്ടത്രേ ആൾമോസ്റ്റ് ഏതാണ്ട് 7 ഡസൻ ചിൽഡ്രൻ. എന്താ ഈ പ്രസവിക്കാൻ പോകുന്ന ഈ മദാമയ്ക്ക് ആദ്യം തന്നെ 1 ഡസൻ കുട്ടികളുണ്ട് അത്രേ. ഒരു ഡസൻ 12 കുട്ടികളാണ്. അപ്പൊ ഈ ഡോക്ടർ പഴിചാരുകയാണ്, ഈ സ്ത്രീക്ക്, ഈ പെണ്ണിന് ആദ്യമേ 12 കുട്ടികളുണ്ട്, 12 മക്കളെ പെറ്റു, അങ്ങനെ പറയാറില്ലേ. ബട്ട് എന്നാൽ ഇറ്റ് സീംഡ് ടു ദ ഡോക്ടർ, പക്ഷെ ഈ ഡോക്ടർക്ക് കാണപ്പെട്ടു, എന്ത് സീംഡ് കാണപ്പെട്ടു ഡോക്ടർ, ദാറ്റ് നെവർ, ഒരിക്കൽ പോലും ഷീ ഹാഡ് എ ബേബി, അവളൊരു ബേബിയെ പ്രസവിച്ചിട്ടില്ല. ഇൻ എ ഗുഡ് വെതർ, നല്ലൊരു കാലാവസ്ഥയിൽ. എന്താ പറയുന്നത്? നല്ലൊരു കാലാവസ്ഥയിൽ ഈ സ്ത്രീ ഒരു പ്രസവം നടത്തിയിട്ടില്ല. ഡോക്ടർക്ക് ബുദ്ധിമുട്ടുള്ള കൊടുങ്കാറ്റുള്ളതോ കാറ്റടിക്കുന്നതോ അസമയത്തോ 2 മണിക്കോ വെളുപ്പം കാലത്തോ നമ്മൾ പറയാറില്ലേ, നോർ ഇൻ ഡേ ലൈറ്റ് എന്നാണ്, പകലിന്റെ വെളിച്ചത്തും പ്രസവിച്ചിട്ടില്ല. പിന്നെ ഡോക്ടർ പ്രാഗി പറയാണ്, ഞാൻ ഇപ്പൊ പോകുന്നു ഓൺസോറിന്റെ വീട്ടിലേക്കാണ്, ആ പെണ്ണിന് 12 മക്കൾ ആദ്യം തന്നെ ഉണ്ട്, ഇനി 13ാമത്തെ ആയിരിക്കാം ഇത് പ്രസവിക്കുന്നത്, ആയിക്കോട്ടെപ്പാ, പക്ഷെ ഇതൊരു നല്ല കാലാവസ്ഥയിൽ പ്രസവിച്ചൂടെ, പകലെങ്കിലും പ്രസവിച്ചൂടെ, ഈ 12 മക്കളെയും പ്രസവിച്ചത് അസമയത്താണെന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതൊക്കെ അയാള് പഴിചാരുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, തനിക്ക് മുമ്പിലേക്ക് ചെയ്യാൻ പോകുന്ന ജോലിയെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവ് പരാതിപ്പെട്ടു എന്ന് മുന്നേ പറഞ്ഞത് അവിടെയാണ്. ദെൻ എന്നിട്ടോ, ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ. നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ടിൽ 2 ഡോക്ടറുണ്ട്, കൺട്രി ഡോക്ടറുണ്ട്, ടൗൺ ഡോക്ടറുണ്ട്. ഡോക്ടർ ബെൻസൺ ആണ് ഇപ്പൊ MBBS ഒക്കെ എടുത്തിട്ട് ഒരു ഗ്രാമീണ ഡോക്ടറായിട്ട്, ഗ്രാമങ്ങളിൽ ഇത്ര വർഷം സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടറായിട്ട് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം ഒരു കൺട്രി ഡോക്ടറാണ്, ഗ്രാമീണ ഡോക്ടറാണ്. ടൗൺ ഡോക്ടർ എന്നാൽ വലിയ വലിയ മേജർ കേസൊക്കെ അറ്റൻഡ് ചെയ്യുള്ളൂ. അഥവാ ഗ്രാമീണ ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന കേസ് മാത്രമേ ടൗൺ ഡോക്ടർമാർക്ക് നോക്കേണ്ടുള്ളൂ, നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ. അങ്ങനെ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ. ഹി വാസ് സ്റ്റിൽ യങ് മാൻ. അവൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്. ആൻഡ് കുഡിന്റ് ഫൈൻഡ് ദ പ്ലഷർ. അയാൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കുഡിന്റ് ഫൈൻഡ് പ്ലഷർ എന്ന സന്തോഷം. ദാറ്റ് ഹിസ് ഫാദർ, അതായത് തന്റെ പിതാവ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഡോക്ടർ ആയിരുന്നു. അയാളെ വിളിച്ചത് ഓൾഡ് ഡോക്ടർ ബെൻസൺ ആണ്. ആ ഗ്രാമത്തിലെ ആൾക്കാര് 2 ബെൻസൺ കേൾക്കും. ഒന്നെന്താ, ഓൾഡ് ബെൻസൺ ആണ് ഇവന്റെ അച്ഛനാണ്, ന്യൂ ബെൻസൺ എന്നാൽ ഇവനാണ്. അപ്പൊ ഇവന്റെ അച്ഛനും ഡോക്ടറായിരുന്നു. അയാളും ഇതേ ഗ്രാമത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഹാഡ് ഫോണ്ട്, കാണപ്പെട്ടു ഇൻ സീയിങ് ഓട്ട്. ഈ ഓട്ടിനെ കാണുക എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛന്റെ കാലം തൊട്ടേ തന്നെ ഇവന് വലിയ സന്തോഷമുള്ള കാര്യം. അതെന്താ, അവിടെ ശ്രദ്ധിക്കുന്നു, എന്താ, ദ ഫാദർ, അതായത് തന്റെ പിതാവ്, ആൾവേസ് എപ്പോഴും 2 or 3 ബേബീസ്, 2 or 3 കുട്ടികള് ബിഹൈൻഡ്, പുറകിലാണത്രേ, എന്ത്, ഇൻ പേയ്മെന്റ് ഓഫ് ഹിസ് ബേബി ബിൽ. അതായത് ബേബി ബില്ല് കൊടുക്കുന്നതിൽ 1-2 കുട്ടികളെ പുറകിലാവും എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത്, അതായത് ഇവര് ഡോക്ടർ വെറുതെ ചെല്ലില്ലല്ലോ, ആൾക്ക് മെഡിക്കൽ ഫീസ് വേണ്ടേ. ഡോക്ടർ ചെന്ന് പ്രസവം എടുത്തു കഴിഞ്ഞാൽ, ഗൈനക്കോ ഡോക്ടർ അല്ലേ അദ്ദേഹം, ഇംഗ്ലണ്ടിലൊക്കെ എന്താ വെച്ചാല് കൺട്രി ഡോക്ടർമാർ വീടുകളിൽ ചെന്ന് ഓരോ രോഗം ഉണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമാണ്. അപ്പോ അവിടെ എന്നിട്ട് ഹെൽത്ത് കാർഡൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോഴേ ഹെൽത്ത് കാർഡ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഡോക്ടർമാര് വളരെ ബുദ്ധിമുട്ടി ഈ സ്ത്രീയുടെ പ്രസവം എടുക്കാൻ പോയാല് ഉടനെ മെഡിക്കൽ പേയ്മെന്റ് ബില്ല് കൊടുക്കൂല അവര്. അതെന്താ, കടം പറയും. എങ്ങനെ കടം പറയുക? ഇപ്പോ 2 or 3 കുട്ടി, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്, 3 or 2 ബേബീസ് ബിഹൈൻഡ് എന്നാണ്. 3 or 2 കുട്ടികൾ പുറകിലാവും ഇത്ര പിടിക്കുന്നത്. എന്താ, 5ാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോ ചിലപ്പോ 1ാമത്തെ കുട്ടീന്റെ പ്രസവം എടുത്തതിന്റെ പൈസയെ കൊടുക്കുള്ളൂ. 7ാമത്തെ കുട്ടിയെ പ്രസവിക്കുമ്പോ ചിലപ്പോ 5ാമത്തെ കുട്ടീന്റെ മെഡിക്കൽ ഫീസേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇത് 13ാമത്തെ കുട്ടിയെ പ്രസവം എടുക്കാൻ പോവുകയാണ്. അപ്പൊ ചിലപ്പോ 10ാമത്തെ കുട്ടീന്റെ പ്രസവം ഇപ്പോൾ അവിടെ കടം പറഞ്ഞിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഡോക്ടർമാരടുത്തൊക്കെ ചെന്നാലേ അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വലിയ സന്തോഷമാണ്, നല്ല ഡോക്ടർ ഫീസൊക്കെ ഉടനെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാല്. ഇത് വളരെ കഷ്ടപ്പെട്ട് കാറ്റിലേക്ക് കൊണ്ട് തണുപ്പാം കാലത്ത് 2 മണിക്കൊക്കെ അവിടെ വീട്ടിൽ ചെന്നാലും പ്രസവം കഴിഞ്ഞ പൈസ ഉടനെ തരുമോ? തരൂല. തന്റെ അച്ഛന്റെ കാലം തൊട്ടേ 1-2 കുട്ടികൾ പുറകിലായിരുന്നു എന്നാ പറഞ്ഞത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ, വൈ ഡോക്ടർ ബെൻസൺ കൺട്രി ഡോക്ടറാണ്, ഹി വാസ് സ്റ്റിൽ യങ് ആണ്, ചെറുപ്പമാണ്. കുഡിന്റ് ഫൈൻഡ് പ്ലഷർ, അദ്ദേഹത്തിന് സന്തോഷമേ കാണാറില്ല. അതിന്റെ കലാരീസ് ഫാദർ, അതായത് തന്റെ പിതാവ്, ഓൾഡ് ഡോക്ടർ ബെൻസൺ എന്ന് പറയും തന്റെ പിതാവ്, ഹാഡ്
കാണപ്പെട്ടിട്ടുണ്ട് ഇൻ സീയിങ് വാട്ട്. ഈ വാട്ട് എന്ന് പറഞ്ഞ ഈ പെണ്ണിനെ കാണുന്നത് എങ്ങനെയാണ്? അതായത് ദ ഫാദർ, തന്റെ അച്ഛൻ, ആൾവേസ് എപ്പോഴും 2 or 3 ബേബി, 2 or 3 പ്രസവിച്ചുള്ള കുട്ടികൾ ബേബി എന്ന് പറഞ്ഞ ബേബികള് ബിഹൈൻഡ് പുറകിലായിരിക്കും ഇൻ പേയ്മെന്റ് കൊടുക്കുന്നതിന്. എന്ത്? ബേബി ബിൽ. ബേബി ബില്ലാണ് മെഡിക്കൽ ബില്ല്. കുട്ടിയെ പ്രസവിക്കുന്ന കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർക്ക് കൊടുക്കുന്ന ഫീസ്, ഡോക്ടേഴ്സ് ഫീസ് കടം പറയും. നാളെ തരട്ടോ പറയുന്ന കുറെ ടീമുണ്ടല്ലോ. ഒരു പ്രസവത്തിലും അങ്ങനെ പറയുന്നവരുണ്ടോ? ഉണ്ട്. ഈ ഓട്സാർലി എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെയാണ് അത്രേ. അതുകൊണ്ടാണ് ഈ ഡോക്ടർക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ലാത്തത്. നൗ മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ പാർട്ട് 1 മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ പാർട്ടിൽ ഒന്നുമില്ല. ഒരു കൺട്രി ഡോക്ടർ 2 മണിക്കൂർ ടെലിഫോൺ കാൾ കിട്ടുന്നു. അതൊരു പ്രസവ കേസ് അറ്റൻഡ് ചെയ്യാനാണ്. അത് കഥയ്ക്ക് ആസ്പദം ഇംഗ്ലണ്ടിലാണ്. അവിടെ ഓട്സോർലി എന്ന് പറഞ്ഞൊരു പെണ്ണാണ് ഇയാളെ വിളിച്ചത്. അയാൾ പ്രാഗി പറഞ്ഞു പോകുന്നുണ്ട്. തന്റെ കാറൊക്കെ സ്റ്റാർട്ടാക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതാണ്, ഇത്രയും പാർട്ടാണ്. ബാക്കി എന്തൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്, യു പ്ലീസ് സബ്സ്ക്രൈബ് PVN ഗ്ലോബൽ ആൻഡ് ആൾസോ ഷെയർ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പാട്ടിലെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ സിസ്റ്റം പ്രകാരം നമുക്ക് പഠിക്കാനുള്ള പാഠം വ്യക്തമായി ക്ലിയറായി പഠിച്ചു വെക്കണം. ചോദ്യം എവിടുന്നും വരാം. ഇപ്പോൾ ഹു വാസ് ഡോക്ടർ ബെൻസൺ? ഡോക്ടർ ബെൻസൺ ആരാ? നിങ്ങൾക്ക് അറിയും. ആൻഡ് ടു വേർ ഹി വാസ് ഗോയിങ്, അയാൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾക്ക് അറിയും. ആൻഡ് അങ്ങനെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യം, 2 മാർക്കിന്റെ ചോദ്യം, 3 മാർക്കിന്റെ ചോദ്യം, 4 മാർക്ക്, 5 മാർക്ക്, അങ്ങനെ പല മാർക്കിന്റെ ചോദ്യം പുതിയ സിസ്റ്റം പ്രകാരമുണ്ട്. അതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ പ്ലീസ് സപ്പോർട്ട് ആൻഡ് വളരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. പരമാവധി ദിസ് വീഡിയോ ഷുഡ് ബി ഷെയർ. ഓക്കെ, ഇവിടെ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ്. അടുത്ത ക്ലാസ് അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും വെയിറ്റ് ഫോർ. ഗുഡ് ബൈ.